എം.ടി. വാസുദേവൻ നായരുടെ വാക്കുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആളിക്കത്തുന്നു. ലോകദേശീയ സംസ്ഥാന രാഷ്ട്രീയം സാഗൂതം വീക്ഷിക്കുന്ന എം.ടി. വാസുദേവൻ നായരുടെ പ്രസംഗം ഉൾക്കൊണ്ട് ഇടതുപക്ഷം ആത്മപരിശോധന നടത്തണമെന്ന് എൻ.എസ്. മാധവൻ ആവശ്യപ്പെട്ടു. അധികാരത്തിലിരിക്കുന്ന എല്ലാവരും എം.ടിയുടെ വിമർശനം ഉൾക്കൊള്ളണമെന്ന് സാറാ ജോസഫും വ്യക്തമാക്കുന്നു. ആദിത്യനാഥിനും സ്റ്റാലിനും പിണറായിക്കും മോദിക്കും എം.ടിയുടെ വിമർശനം ബാധകമാണ് എന്നാണ് സാറ ടീച്ചറുടെ നിലപാട്. കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചേരിതിരിഞ്ഞും എം.ടിയുടെ പ്രസംഗത്തെ നോക്കിക്കാണുന്നുണ്ട്. പിണറായിയിൽ ചുരുക്കിക്കെട്ടാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ വിശാലമായ അർത്ഥത്തിൽ കാണാൻ തയ്യാറാണെന്ന നിലപാടിലാണ് CPIM. പരിശോധിക്കാം. എം.ടി പിണറായിക്കെതിരെയോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇടത്, സഹയാത്രികൻ സന്ദീപ് വാര്യർ BJP, ഒപ്പം തന്നെ OK ജോണി എഴുത്തുകാരൻ എന്നിവർ. ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത് പിണറായിക്കെതിരെ മാത്രമാണ്? നമുക്കൊറ്റ നോട്ടത്തിൽ അതല്ലേ പറയാൻ പറ്റൂ. ഇതിപ്പോൾ ചിലരെ ആളുകൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഇതിനെ മേളിലോട്ട് ഉയർത്തി ഇതിൻ്റെ വേര് പറിക്കാൻ വേണ്ടിയാണ്. എം.ടി കേരളത്തിൻ്റെ എല്ലാം പൊതു സ്വത്തല്ലേ. എം.ടി വാസുദേവൻ നായരുടെ ദർശനങ്ങളെന്ന് പറയുന്നതിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുപോലെ അതിനെ മാനിക്കല്ലേ. അദ്ദേഹം മുഖ്യമന്ത്രിയെ സ്റ്റേജിലിരുത്തിയല്ലേ ഇത് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്വാസത്തിൽ പറയുകയാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചാണ്, മോഡിയെക്കുറിച്ചാണെന്ന് പറയും. ഏതായാലും ബൈഡനെക്കുറിച്ചും ട്രംപിനെ കുറിച്ചുമാണെന്ന് പറയാതിരുന്ന മഹാഭാഗ്യം. ഇവർ മേളിലേക്ക് ഉയർത്തി വേര് പറിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാപട്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ പിണറായി കുറിച്ച് മാത്രമാണ്, മോദി അതിനകത്ത് വരുന്നേ ഇല്ല എന്നാണോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അങ്ങനെയല്ല, അതൊരു ചെറിയ ഡിസ്റ്റർബേഷനാണ്. അവിടെ ഈ സ്വഭാവമുള്ള ആളുകളാണ്. ഈ സ്വഭാവം ഇവിടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാ? എം.ടി സംസാരിക്കാനുള്ള കാരണം എന്താ? എം.ടി എന്താ ഇതുവരെ പറയാതെ ഈ സന്ദർഭത്തിൽ തന്നെ ശ്രീ പിണറായി വിജയൻ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ പറയാനുള്ള കാരണം എന്താ? എം.ടി വാസുദേവൻ നായർക്ക് വേറെ എവിടെ വേണമെങ്കിലും പറയാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷേ ഇതേ വേദിയിൽ ലിറ്ററേച്ചറിൻ്റെ ഒരു യോഗത്തിൽ അദ്ദേഹം സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്തിയത് ലോകോത്തരമായ കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 2003 ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച എം.ടിയുടെ ലേഖനമാണ്. അദ്ദേഹം ഒരാവർത്തി കൂടി കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിച്ചത്. അപ്പോൾ അത് 2003 AK ആന്റണിക്കെതിരെയുള്ള വിമർശനമാണോ ഇപ്പോൾ പിണറായി വിജയനെതിരെ ആവർത്തിച്ചുന്നയിക്കുന്നത്? അല്ല, 2003 അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചു. പക്ഷേ 2024 അദ്ദേഹം മുഖ്യമന്ത്രിയെ കൂടി ഇരുത്തിക്കൊണ്ട് ഇത് പറയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് പല കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 2004-ലും 2005-ലും 2006-ലും ഒക്കെ എന്താ ഇത് പറയാതിരുന്നത്? അതിനുശേഷം എത്രയോ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. ആ സമയത്തൊന്നും ഇത് പറയണമെന്ന് ശ്രീ എം.ടി വാസുദേവൻ നായർക്ക് തോന്നാത്തതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എം.ടി വാസുദേവൻ നായർ നല്ല കൃത്യതയോടുകൂടി കാര്യവിവരമുള്ള കാര്യങ്ങൾ മനസ്സിന് ഒരു ശങ്കയുമില്ല പറയുവാനുള്ള ചങ്കൂറ്റമുള്ള വ്യക്തിയാണ് എന്നുള്ളത് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയില്ലേ? എന്നേക്കാൾ കൂടുതൽ നികേഷിന് അറിയുമല്ലോ. ശ്രീ എം.ടി വാസുദേവൻ നായർ അദ്ദേഹം വളരെ വളരെ സാത്വികനാണ്, നിഷ്കളങ്കനാണ്. അതോടൊപ്പം തന്നെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളുമാണ്. കൃത്യമായും രാഷ്ട്രീയ വായനയുള്ള ആളാണ് എം.ടി വാസുദേവൻ നായർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് എം.ടി വാസുദേവൻ നായരുടെ വാക്കുകളെല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആളിക്കത്തിയത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, ഇവിടെ എം.ടി നേരത്തെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തുകൊണ്ട് പിണറായി ഇരിക്കുന്ന വേദിയിൽ പറയാനിടയായി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയത്തിൽ അധികാരത്തിലിരിക്കുന്ന എല്ലാവർക്കും ബാധകമായ എന്തൊക്കെയോ കാര്യങ്ങൾ എം.ടി വാസുദേവൻ നായർക്ക് പറയാനുണ്ടായിരുന്നു. അത് 2003 പുസ്തകമായി പ്രസിദ്ധീകരിച്ച ലേഖനം, ആ ലേഖനത്തിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ പ്രസക്തമാണ് എന്ന് കണ്ട് എം.ടി വാസുദേവൻ നായർ അതിൽ ഉള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നു, പുതുതായി 2 വരി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇവിടെ പിണറായി വിജയനെതിരെ എം.ടി വാസുദേവൻ നായർ പ്രസംഗിച്ചു എന്ന്
ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പറയാനുള്ള സാഹചര്യം പിണറായി ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് പിണറായിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുകയാണ്. പിണറായി വിജയൻ സൂര്യനാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. പിന്നെ പാട്ട്, പൂജ, ഇതൊക്കെ മറ്റു കാര്യങ്ങൾ. നോക്കൂ, ആ സാഹചര്യത്തിൽ നേരത്തെ ഇവിടെ ശ്രീ തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിച്ചതും സാഹിത്യ നിരൂപകരും സാഹിത്യകാരന്മാരും ഒക്കെ തന്നെയും വിലയിരുത്തിയതും പോലെ ഇത് ഇടതുപക്ഷം ഒരു അവസരമായി ഉപയോഗിക്കേണ്ടതുണ്ടോ? അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന വേദിയിൽ MT വാസുദേവൻ നായർ ഈ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം കൂടി കേൾക്കാൻ വേണ്ടി തന്നെയാണ്. അദ്ദേഹം മാത്രമല്ല, സമസ്ത കേരളവും മലയാളം അറിയാവുന്ന എല്ലാവരും കേൾക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു പുതിയ ആശയം അല്ല MT അവതരിപ്പിച്ചത്. നികേഷ് പറഞ്ഞതുപോലെ MT തന്നെ 2003 എഴുതിയിട്ടുള്ളതും പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു ലേഖനത്തിന്റെ ഒരു ആവർത്തനം മാത്രമാണ് ഇന്നലെ സാഹിത്യോത്സവത്തിൽ നടന്നത്. അവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊരു ഒരു സൈദ്ധാന്തികമായ സ്വഭാവമുണ്ട്. അധികാരത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അധികാരത്തെക്കുറിച്ച് സംസാരിച്ചു, അതിന്റെ ആധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചു, വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു, ആ സ്വാതന്ത്ര്യത്തിനുള്ള പരിമിതിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും പറയുകയുണ്ടായി ആ ഹ്രസ്വമായ ലഘുവായ പ്രസംഗത്തിൽ. അത് പിണറായി വിജയനെതിരെയുള്ള ആക്രമണമായി കാണേണ്ടതില്ല എന്ന് MT തന്നെ ഈ വ്യാഖ്യാനമൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു പത്രത്തോട് പറഞ്ഞതും ഞാൻ രാവിലെ വായിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ MTയുടെ ഒരു കഥ വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃതി വായിക്കുന്നത് പോലെയോ ഉള്ള ദുർഗ്രഹത വ്യാഖ്യാനിക്കേണ്ടതായ ഒന്നും ഇതിലില്ല. വളരെ ലളിതമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ച വേദി അത് സാഹിത്യോത്സവമാണ്. സാഹിത്യോത്സവത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വിഷയം അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ സാഹിത്യകാരന്മാരുടെ പ്രാണവായു എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമുക്ക് ആഗോള സൂചികയിലൊക്കെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 180 രാജ്യങ്ങളിൽ നമുക്ക് ഇന്ത്യ നിൽക്കുന്നത് 161 ആണ്. ഞാൻ അതിന്റെ മറ്റു ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഒരു വിമർശനം കൊണ്ടുവരേണ്ടതില്ലേ? ഒരു സാഹിത്യോത്സവത്തിൽ അങ്ങനെയുള്ള ഒരു നിലപാട് MTയെ പോലെ ഒരു ഉന്നതസ്ഥാനീയനായ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു സ്വീകരിച്ചിരുന്നെങ്കിൽ അത് എത്രമാത്രം വാർത്താ മൂല്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനൊന്നും മുതിർന്നിട്ടില്ല. അദ്ദേഹം യാതൊരു അപകടവും വരാത്ത രീതിയിൽ നിർദോഷമായി അധികാരത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു. അധികാരത്തെക്കുറിച്ചുള്ള സംസാരം എന്നത് അത് പല രൂപത്തിൽ പലരും നടത്താറുണ്ട്. ഇപ്പോൾ അധികാരം ദുഷിപ്പിക്കും, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്നൊക്കെ ആക്ടൻ പ്രഭു പറഞ്ഞത് മുതൽ ഇങ്ങോട്ട് അധികാരത്തെക്കുറിച്ച്, ഏകാധിപത്യത്തെക്കുറിച്ച് പല പഠനങ്ങളും നിരീക്ഷണങ്ങളും നിരന്തരം നടക്കുന്നുണ്ട്. MTയും അക്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ നിരീക്ഷിച്ചു എന്നതിനപ്പുറം അദ്ദേഹം പിണറായി വിജയനെ നേരിട്ട് ഉന്നം വെച്ചുകൊണ്ട് ഒരു വിമർശനം ഈ പ്രസംഗത്തിലൂടെ നടത്തി എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതേണ്ടതില്ല എന്ന് പ്രസംഗം നടത്തിയ MT വാസുദേവൻ നായർ തന്നെ വ്യക്തമാക്കിയതിന് ശേഷവും നമ്മൾ ആ ദുർവ്യാഖ്യാനത്തിൽ തന്നെ തുടർന്നും വ്യാപരിക്കുന്നത് ശരിയുമല്ല. സന്ദീപ് വാര്യർ, നോക്കൂ, തുഞ്ചൻ പറമ്പിലടക്കമുള്ള വിഷയങ്ങളിൽ, തുഞ്ചൻ പറമ്പിൽ മാത്രമല്ല നോട്ട് നിരോധനം അടക്കമുള്ള വിഷയങ്ങളിൽ MT വാസുദേവൻ നായർ എടുത്തിട്ടുള്ള നിലപാടിനെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് BJP. നിങ്ങളുടെ ജന്മഭൂമി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളും ആ നിലയിൽ MTയെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുഞ്ചൻ പറമ്പിലിൻ്റെ കാര്യത്തിൽ ജന്മഭൂമി എഴുതിയത് ശരിയാണ്. അസുരവിത്തുക്കളുടെ പിടിയിൽ നിന്ന് ആചാര്യൻ്റെ മണ്ണ് സ്വതന്ത്രമാക്കണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. നോക്കൂ, ഇത് MT വാസുദേവൻ നായരെ പോലെ ഒരു മഹാസാഹിത്യകാരനായ ഒരാൾ, രാഷ്ട്രീയത്തെ ആഴത്തിൽ പരിശോധിക്കുന്നയാൾ, ഒന്നും രണ്ടും പറയാൻ വേണ്ടി അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി സൗണ്ട് ബൈറ്റ് കൊടുക്കുകയോ പ്രസ്താവന ഇറക്കുകയോ ചെയ്യാത്തയാൾ, ലോക ഇന്ത്യൻ സംസ്ഥാന സാഹചര്യങ്ങൾ വിലയിരുത്തുന്നയാൾ, സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സാഹചര്യത്തെ ആകെ വിലയിരുത്തുമല്ലോ. അപ്പോഴാണ് ഇടതുപക്ഷം പറയുന്നത് ഇത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ്, നരേന്ദ്രകുന്തിയെക്കുറിച്ച് മാത്രമാണ്. നികേഷ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. കാരണം ശ്രീ MT വാസുദേവൻ നായർ അദ്ദേഹം മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്, മലയാളികളുടെ സ്വന്തമാണ്, നമ്മുടെ അഭിമാനമാണ്. പക്ഷെ അദ്ദേഹം BJPക്കെതിരായി കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ച സമയത്ത്
ഞങ്ങൾ അദ്ദേഹവുമായി കലഹിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ ശരിയല്ല, വസ്തുതാവിരുദ്ധമാണ് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഞങ്ങൾക്കുള്ള എതിർപ്പുകൾ പരസ്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത്തരത്തിലൊരു ബൗദ്ധിക സത്യസന്ധത കാണിച്ചിട്ടുണ്ട്. അല്ലാതെ MT പറഞ്ഞത് ഞങ്ങൾക്കെതിരല്ല, അത് ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയിട്ടുള്ള മെക്സിക്കോ സർക്കാരിനെതിരായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ CPM-ന്റെ ഭാഗത്ത് പറ്റുന്ന പിശകെന്താ? ശ്രീ MT വാസുദേവൻ നായർ കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്ന ഒരു ഇടതുപക്ഷ വേദി തന്നെ എന്ന് പറയാം, DC ബുക്സിന്റെ വേദിയിൽ വെച്ച് സംസാരിക്കുന്നു. അവിടെ മറ്റ് ഇടതുപക്ഷക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം EMS മുതൽ, അല്ലെങ്കിൽ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ തുടങ്ങി EMS-നെ വരെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു. അദ്ദേഹം അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന താൻ പ്രമാണിത്വത്തെ കുറിച്ചിട്ടും അഹങ്കാരത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. അദ്ദേഹം ഭരണാധികാരികളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ കൃത്യമാണ് ശ്രീ MT വാസുദേവൻ നായർ ലക്ഷ്യം വെച്ചതും അദ്ദേഹം ഉദ്ദേശിച്ചതും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ആയിരുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചുകടത്തലുകൾ നടത്തേണ്ട ഒരാവശ്യമില്ല. ഈ വേദി ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് അത് മറ്റേത് വേദിയിലുമാകാം, അദ്ദേഹത്തിന്റെ എഴുത്തുകളിലാവാം. അദ്ദേഹം അത് മുൻപ് നിർവഹിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് കലഹിച്ചിട്ടുണ്ട്, ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട്. അത് ബൗദ്ധികമായിട്ടുള്ള രീതിയിലാണ്. ഞങ്ങൾ ആ സത്യസന്ധത കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ CPM എന്താണ്? മുഖത്ത് നല്ല അടി കൊണ്ടിട്ടും അയ്യോ ഞങ്ങൾക്ക് അടിയൊന്നും കിട്ടിയില്ല, അത് മറ്റേ ആരെയോ അടിക്കാൻ ഉദ്ദേശിച്ചത് അബദ്ധത്തിൽ കൈവീശിയപ്പോൾ ഞങ്ങളുടെ മുഖത്ത് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ CPM ചെയ്യേണ്ടത് എന്താ? ശരിയാണ്, MT വാസുദേവൻ നായർ എന്ന് പറയുന്ന രാജ്യം ആദരിക്കുന്ന, കേരളം ആദരിക്കുന്ന ഒരു സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഞങ്ങളെ വിമർശിച്ചിരിക്കുന്നു. ഞങ്ങളെ വിമർശനം അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. അതല്ലെങ്കിൽ ശരി, ഞങ്ങൾക്ക് വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, ഞങ്ങൾ തിരുത്താൻ തയ്യാറെടുക്കുന്നു എന്ന് പറയണം. ഇത് രണ്ടും അല്ലല്ലോ. ഇവിടെ എന്താ പറയുന്നത്? അത് മോദിക്കെതിരാണെന്ന് പറയുകയാണ്. അത് ബൗദ്ധികമായ സത്യസന്ധതയില്ലായ്മയാണ്. ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കരുത്തില്ലാത്തത് കൊണ്ടാണ്. MT ആയതുകൊണ്ട് മാത്രമാണ് തല്ലുകൊള്ളാതെ പോയത്. അവിടെ സക്കറി ആയിരുന്നെങ്കിൽ പയ്യന്നൂരിലെ അനുഭവം ഉണ്ടാവുമായിരുന്നു. നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവിടെ MT വാസുദേവൻ നായർ ആയതുകൊണ്ടും DC ബുക്സിന്റെ വേദി ആയതുകൊണ്ടും മാത്രമാണ് അദ്ദേഹം വാസ്തവത്തിൽ തല്ലുകൊള്ളാതെ പോയത് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു തരത്തിൽ പ്രതികാര ബുദ്ധി അല്ലെങ്കിൽ പ്രതികാരം അവിടെ നിർവഹിക്കുമായിരുന്നു. പ്രവർത്തകർ പിണറായി വിജയനെതിരായിട്ട് അതെ CPM-നെതിരായി സംസാരിച്ച ഘട്ടങ്ങളിലൊക്കെ ഏത് രീതിയിലായിരുന്നു CPM-ന്റെ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പല ആളുകൾക്കെതിരെയും ശാരീരികമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഭയമുള്ളത് കൊണ്ടാവാം, സക്കറിയയ്ക്ക് പയ്യന്നൂരിൽ സംഭവിച്ചതിന്റെയൊക്കെ ഭയമുള്ളത് കൊണ്ടാവാം ശ്രീ MT വാസുദേവൻ നായർ ഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയാതെയാണെങ്കിൽ പോലും ആ വിമർശനം ഉന്നയിച്ചത്. ആ ഭയം അദ്ദേഹത്തിനുണ്ടാകാം. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ ഒരു ഭയവും ഇല്ല എന്നുള്ളത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. പേര് പറഞ്ഞിട്ട് വിമർശിച്ചിട്ടുണ്ട്. ആ പേര് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്തസ്സോടുകൂടി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ അന്തസ് CPM കാണിക്കുന്നില്ല. അവർക്ക് ഭയമാണ്, MTക്ക് മറുപടി പറയാൻ അവർക്ക് ഭയമാണ്. കാരണം ആ വിമർശനങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുകയാണ്. മുഖ്യമന്ത്രിയെ സൂര്യനോട് ഉപമിക്കുന്നു. മുഖ്യമന്ത്രിനെ സ്വയം ഇന്ദ്രനും ചന്ദ്രനും ഇടയിലൂടെ നടന്നു വന്നവൻ, അല്ലെങ്കിൽ തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ അതിന് മുന്നിലൂടെ നടന്നു വന്നവൻ, വാളിനോട് ഇടയിലൂടെ നടന്നു വന്നവൻ, പ്രത്യേക ആക്ഷൻ കാണിച്ചപ്പോൾ അങ്ങനെ എതിരാളി മറിഞ്ഞു വീണു എന്നൊക്കെ പറയുന്ന, അങ്ങനെ സ്വയം അഭിരമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. താൻ ഏതോ ഷാജി കൈല സിനിമയിലെ നായകനാണെന്ന് സ്വയം അഭിരമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അദ്ദേഹം ഈ വാഴ്ത്തിപ്പാടലുകൾ, കയ്യടികളൊക്കെ ആസ്വദിക്കുകയാണ്. അദ്ദേഹം ആസ്വദിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാലോ, അദ്ദേഹം എനിക്ക് തോന്നുന്നു രജനീകാന്തിന്റെ ആരാധകനോ മറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഈ ലാർജർ ദാൻ ലൈഫ് ഇമേജിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പാട്ടൊക്കെ ഇറങ്ങുന്നത്. നിങ്ങൾ കേട്ടു നോക്കൂ, ആ പാട്ടിന്റെ വരികൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇവർക്ക് നാണമില്ലേ? അതിലെന്താ പറയുന്നത്? സ്വജനപക്ഷപാതികളിൽ മാസ്റ്റർ എന്നും വാദ്യാരെന്നും മാസ്റ്റർ എന്നും. ഈ സ്വജനപക്ഷവാദി എന്താണെന്ന് അറിയാത്ത ഏതോ ഒരു തിരുമണ്ടൻ എഴുതിയ പാട്ട്, അത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വാഴ്ത്തുപാട്ടാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയല്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതാ ലോകമെങ്ങും വാഴ്ത്തിപ്പാടും കാരണഭൂതൻ പിണറായി എന്ന് പറഞ്ഞ് തിരുവാതിര കളിക്കുമ്പോൾ അരുത് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി പറയുന്നില്ലല്ലോ. മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെ കടയുള്ളവർ വരെ ഈ മുഖ്യമന്ത്രിയുടെ അപദാനങ്ങൾ പാടുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്, ഈ CPM-നുള്ളിൽ പിണറായി വിജയനെതിരായിട്ട് അദ്ദേഹത്തിന്റെ മരുമകനിസത്തിനെതിരായി നിലകൊള്ളുന്ന തോമസ് ഐസക് അടക്കമുള്ള, അതല്ലെങ്കിൽ ഒരുപക്ഷെ സച്ചിദാനന്ദൻ അടക്കമുള്ളവർ മനഃപൂർവ്വം MTയെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണോ എന്നൊരു സംശയം ജനങ്ങൾക്ക് തോന്നിയാൽ
കുറ്റം പറയാൻ പറ്റില്ല. കാരണം നേരത്തെ തോമസ് ഐസക്കിന്റെ വേദിയിൽ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിൽ വന്നിട്ടാണ് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വിമർശനം അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ പിണറായി വിജയനെതിരായിട്ട് CPM-നുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രത്യേകതരം രാഷ്ട്രീയമുണ്ട്. അതായത് CPM-ന്റെ തനത് സ്വഭാവം കളഞ്ഞുകൊണ്ട് പിണറായി വിജയനിലേക്ക് പാർട്ടി ചുരുങ്ങുന്നതും മരുമകനിലേക്ക് പാർട്ടി ചുരുങ്ങുന്നതിലും പ്രതിഷേധമുള്ള നിരവധി ആളുകൾ അതിനകത്തുണ്ട്. അവരൊക്കെ വലിയ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവരുടെ ദുഃഖമാണ്, അവരുടെ പ്രയാസമാണ്, അവരുടെ പ്രതിഷേധമാണ് MT-യുടെ വായിലൂടെ ആ വാക്കുകളായി പുറത്തു വന്നത് എന്നാണ് കേരളം വിശ്വസിക്കുന്നത്. ദയവായി തുടരുക. ശ്രീ OK ജോണി, 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നോക്കൂ, നരേന്ദ്രമോദിയുടെ ദേശീയ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നോക്കൂ, ഇലക്ഷൻ കമ്മീഷനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, CAG, ജുഡീഷ്യറി, പാർലമെൻറ്റ്, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പാഠപുസ്തകങ്ങളിൽ പോലും വരുത്തുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഒരുപക്ഷെ ജനാധിപത്യത്തെയും മതേതരത്തെയും അപകടപ്പെടുത്തുന്ന ഒരു ദേശീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ MT ഒരു സംസ്ഥാന രാഷ്ട്രീയത്തെ മാത്രം പരാമർശിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യം. 2, നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് ബുദ്ധിമുട്ടിക്കാത്ത, എന്നാൽ ഒട്ടേറെ കാര്യങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ചെയ്തിട്ടുള്ള ആളാണ് MT വാസുദേവൻ നായർ. തുഞ്ചൻ പറമ്പിൽ RSSനെ കടത്താതിരുന്നതിന് ഒരു കാരണം മാത്രമായി RSS വിലയിരുത്തുന്നത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു വിമർശനം മുഖത്തു നോക്കി ഉന്നയിച്ചാൽ അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് പറയാൻ കഴിയുന്നില്ല? നികേഷ്, ഇതിൽ ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു കാതലായ സംഗതിയുണ്ട്. 20 വർഷം മുമ്പ് MT നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ലിഖിത രൂപമാണ് 2003 അച്ചടിയിൽ വന്നിട്ടുള്ളത്. 2 പുസ്തകങ്ങളിൽ അത് വന്നിട്ടുണ്ട്. MTയുടെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിലും സ്നേഹാദരങ്ങളോടെ എന്ന MTയുടെ മറ്റൊരു ലേഖന സമാഹാരത്തിൽ. അതിൽ പലതും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സഖാവ് EMSൻ്റെ സംഭാവനകളെ വിലയിരുത്തുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ലിഖിത രൂപമാണ് വർഷങ്ങൾക്ക് ശേഷം, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സന്ദർഭോചിതം എന്ന് തോന്നി കാലഹരണപ്പെടാത്ത കാര്യങ്ങൾ തന്നെയാണ്, ഇന്നും പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് എന്നതുകൊണ്ട് അദ്ദേഹം പുതിയതായി പ്രഭാഷണം പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയും ഓർമ്മയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇന്നും പ്രസക്തമായ തൻ്റെ തന്നെ ഒരു പ്രഭാഷണത്തെ ഒരു മാറ്റവും വരുത്താതെ, ഒരു വാക്ക് പോലും മാറ്റാതെ, എൻ്റെ കയ്യിൽ ആ ലേഖനം ഉണ്ട്, ആ പ്രഭാഷണം, ഒരു വരി പോലും മാറ്റാതെ ആണ് ആവർത്തിച്ചിരിക്കുന്നത്. തൻ്റെ തന്നെ ഒരു പഴയ നിഗമനത്തെ ഇപ്പോഴും പ്രസക്തമായതുകൊണ്ട് ഒരു വേദിയിൽ ഉന്നയിക്കുക മാത്രമാണ് MT ചെയ്തത്. പക്ഷേ ആ വേദിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടോ, അവിടെ പ്രതിപക്ഷ നേതാവ് ഇരിക്കണ്ടോ എന്നൊക്കെ നോക്കി തൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പറയുന്ന ഒരാളായിട്ട് MTയെ കാണുന്നത് തന്നെ MTയെ പോലെ വലിയ ഒരു എഴുത്തുകാരനെ, മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്ന് തന്നെയുമല്ല, MT ആ ലേഖനത്തിൽ പറയുന്നത് EMSൻ്റെ സംഭാവനകളെ മുൻനിർത്തി എങ്ങനെയാണ് ഒരു അസംതൃപ്തമായ ആൾക്കൂട്ടങ്ങൾ ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹമായി മാറേണ്ടത്, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് EMS എങ്ങനെ മാതൃകയായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും പ്രസക്തമായ ഒരു കാര്യത്തെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ താൽക്കാലിക സങ്കുചിത രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സംഗതികൾക്ക് വേണ്ടിയുള്ള ഒരു പരസ്യ പ്രസ്താവനയൊന്നുമല്ല അത് വളരെ രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ടുള്ള, വിപുലമായ വായനയും രാഷ്ട്രീയ നിരീക്ഷണവുമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചരിത്രത്തെ, ലോക ചരിത്രത്തെയും റഷ്യ ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ കേരളത്തിലുള്ള നമ്മുടെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ നരേന്ദ്രമോദിയുടെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ദേശീയ സാഹചര്യത്തിൽ MT ഇടപെടുന്നില്ല.
ഇടതുപക്ഷമാണ് ആശ്രയം അല്ലെങ്കിൽ ജനാധിപത്യവാദികളാണ് ആശ്രയം എന്ന് കരുതുന്ന ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ പുഴുക്കുത്തുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? അവിടെ എം ടിക്ക് ചില വാക്കുകൾ ഉണ്ടാകില്ലേ? നേരത്തെ പറഞ്ഞ ഈ ദൈവത്തിൻ്റെ വരദാനം, സൂര്യൻ തുടങ്ങിയ പരാമർശങ്ങൾ, വാഴ്ത്തുപാട്ടുകൾ, ഇത് ഒഴിവാക്കണമെന്ന് സ്വന്തം പക്ഷത്തോടല്ലേ സാധാരണഗതിയിൽ ഒരു സാഹിത്യകാരന്, സഹയാത്രികൻ എപ്പോഴും പറയാനുണ്ടാവുക? തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്, അതിലേക്കായിരുന്നു ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും അധികാര രാഷ്ട്രീയം ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായി മാറുകയും ജനപ്രതിനിധികൾ ഒരു ചൂഷകരും മർദ്ദകരുമായി മാറുകയും ചെയ്യുന്ന പൊതു സാഹചര്യത്തെക്കുറിച്ച് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഈ നിരീക്ഷണങ്ങൾ ഇന്നും പ്രസക്തമായതുകൊണ്ടാണല്ലോ എം ടിയെ പോലെ ഒരാൾ തൻ്റെ പഴയൊരു പ്രഭാഷണം വീണ്ടും ഒരു പൊതു സദസ്സിൽ ആവർത്തിക്കാൻ സന്നദ്ധനായത്. ഒരു പക്ഷേ ഇടതെന്നോ വലതെന്നോ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, എം ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഗതികളെ അപ്പാടെ പിന്തുണയ്ക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള പ്രതിബദ്ധതയുടെ പേരിലാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അദ്ദേഹം പത്രാധിപരായിരുന്ന ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം എഴുതിയ കോളത്തിൽ ഈ സമഗ്രാധിപതികളെ വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം സംശയിക്കുന്ന തോമ പോലുള്ള പ്രശസ്തമായ ഭരണകൂട വിമർശനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അക്കാലത്ത് തന്നെയാണ് എം സുകുമാരനെ പോലുള്ള വലിയ എഴുത്തുകാരുടെ ജലജീവികളുടെ രോദനം പോലുള്ള കഥകളും പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുണ്ട്. പക്ഷേ അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു നിലപാടായിട്ടൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ലെന്ന് മാത്രമല്ല, അദ്ദേഹം 20 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ ഏതൊക്കെയോ തരത്തിൽ ചില പ്രസക്തി ഉണ്ടെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ പ്രസംഗം ആവർത്തിക്കുന്നത്. അല്ലാതെ വെറുതെ എന്നാൽ പിന്നെ ഒരു പഴയ ലേഖനം വായിച്ചളയാം എന്ന മട്ടിലൊന്നുമല്ല. അപ്പോൾ അത് ആർക്കൊക്കെയാണോ ബാധകമാകുന്നത് അവർക്കെല്ലാവർക്കും ബാധകമാണ്. അത് പിണറായിയുടെ പേരിൽ കെട്ടിയേൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും ഈ വലതുപക്ഷ മാധ്യമങ്ങളും നടത്തുന്ന അപഹാസ്യമായ ശ്രമം വാസ്തവത്തിൽ പിണറായിയോടുള്ള ദേഷ്യം പകവീട്ടാനാണെങ്കിലും അത് മലയാളത്തിന്റെ മഹാനായ ഒരു എഴുത്തുകാരനെ സങ്കുചിതമായ ചില താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? പിണറായി ഇടതുപക്ഷം വിമർശനത്തിന് അതീതമാണോ? അല്ലല്ലോ. അപ്പോ എം ടി വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം പിണറായി ഇരിക്കുന്ന വേദിയിൽ ഇവിടെ പുഴുക്കുത്തുണ്ട് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ്, ജ്ഞാനപീഠമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയുള്ള വേദിയിൽ തൻ്റെ പഴയ പ്രസംഗം ആവർത്തിക്കാൻ ധൈര്യം കാണിച്ചത്. അത് ആർക്കാണോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, വ്യക്തിപൂജയുടെ കാര്യങ്ങൾ, അതിപ്പോൾ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ, ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഒരു മതേതര രാജ്യം മതരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. മാറാൻ പോകുന്നു എന്നല്ല, മാറിക്കൊണ്ടിരിക്കുന്നു. ആ പ്രോസസ്സ് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരവസ്ഥയിൽ എം ടിയെ പോലെ വിപുലമായ വായനയും രാഷ്ട്രീയ ബോധവുമുള്ള ഒരു എഴുത്തുകാരൻ ഈ കേരളത്തിലെ ഇടത് വലത് തർക്കങ്ങളുടെ ഭാഗമായി നിസ്സാരമായ കാര്യങ്ങൾ സംസാരിക്കുമെന്നാണോ നിങ്ങൾ കരുതേണ്ടത്? താങ്കൾ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. കേരള നിയമസഭയിൽ ദീർഘകാലമായി കേരളത്തിൽ ആഭ്യന്തര പദവി അടക്കമുള്ള സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾ മാത്രമല്ല, താങ്കൾ നിസ്സാരമായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് താങ്കളും രാഷ്ട്രീയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നതാണ്. നോക്കൂ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെയും DYFIയുടെയും പ്രവർത്തകർ നടത്തിയിട്ടുള്ള അക്രമ സംഭവങ്ങൾ, അതേക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം, മന്ത്രിമാരുടെയും CPM രാഷ്ട്രീയ നേതാക്കളുടെയും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രകീർത്തനം, അത് മാത്രമാണ്. നോക്കൂ, ആ വിഷയത്തിൽ താങ്കൾക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടാവും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷേ അത് മാത്രമാണ് എന്ന് പറയുമ്പോൾ അതൊരു വിശാലമായ അർത്ഥത്തിൽ ശരിയാകില്ലല്ലോ എന്നുള്ള ഒരു തോന്നലാണല്ലോ ഇവിടെ ശ്രീ സെബാസ്റ്റ്യൻ പോളും OK ജോണിയും പങ്കുവച്ചത്. ശ്രീ നികേഷ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഈ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം പണ്ടേ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ പറയരുത്, ഇപ്പോൾ പറയുന്നത് പഴയ കാര്യങ്ങളുടെ പുനരാവർത്തനമാണ് എന്നുള്ള ആർഗ്യുമെൻ്റാണല്ലോ ഈ വന്നത്. ഞാൻ പറയുന്നത് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താ? ആ പ്രസൻറ്റ് സിറ്റുവേഷൻ അതാണ് ശ്രീ നികേഷ് ഒരു വാക്കിൽ എന്നോട് ചോദിച്ചിട്ടുള്ളത്.
പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ തകർക്കുന്ന രൂപത്തിലുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അങ്ങാടിയിൽ സാധനം ലേലം വിളിക്കുന്നത് പോലെയാണ്. ഒരു മന്ത്രി ഒരു വാക്ക് വെച്ച് പൊക്കി പറയും, മറ്റേ മന്ത്രി അതിനേക്കാൾ വലിയ വാക്ക് പൊക്കി പറയും, പാർട്ടി സെക്രട്ടറി സൂര്യനാണ് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞ് ഉയർത്തുന്നത് ശരിയാണോ എന്ന് ശ്രീ MT വാസുദേവൻ നായർ ചോദിച്ചാൽ കറക്റ്റല്ലേ? എന്തിനത് പഴയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നത്? പഴയ കാര്യമല്ലല്ലോ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അപ്പം ഈ വാഴ്ത്തുപാട്ടലിൻ്റെ കാര്യത്തിൽ വാശി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ പാർട്ടിക്കകത്തുള്ള ആളുകൾ പരസ്പരം വാശി കാണിക്കും, എന്തിന്? തലപ്പത്തിരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കുവാനും. ഇതാണ് രാജസദസ്സുകളിൽ പണ്ട് നടന്നുകൊണ്ടിരുന്നത്. രാജസദസ്സുകളിൽ രാജാവിനെ കുറിച്ച് ഇങ്ങനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തേ അവർക്ക് നേർവഴി കാണാൻ പറ്റില്ല. അവർ കാണുന്നത് ഈ വാഴ്ത്തുപാട്ടലിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ള സത്യം അറിയരുതോ? ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതുമായി ഇതൊന്ന് ബന്ധപ്പെടുത്തി നോക്കൂ. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയിട്ടുള്ള DYFIക്കാരുടെ പ്രവർത്തനത്തെ മുഖ്യമന്ത്രി ഡിഫെൻഡ് ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, നിയമസമാധാനം പാലിക്കുന്നതിന് വേണ്ടി ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ പറയരുതാത്തതല്ലേ. നിയമവാഴ്ച എവിടെ തകരാറാകുന്നോ അവിടെ പാർട്ടി നോക്കിയല്ലല്ലോ നിയമം നടപ്പാക്കേണ്ടത്. ആ നിയമം കൃത്യതയോടുകൂടി നടപ്പാക്കുന്നതിന് വേണ്ടി ബാധ്യതപ്പെട്ടയാൾ തന്നെ പ്രതിയെ രക്ഷിക്കുന്ന രൂപത്തിൽ സംസാരിച്ചത് അതെല്ലാം വരദാനമാണ് എന്ന് പറഞ്ഞ് വാഴ്ത്തുപാട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാണോ? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയല്ലല്ലോ ഇത്. നമ്മൾ കേരളത്തിൽ ശ്രീ EMS മുതൽ ശ്രീ പട്ടത്താണുപിള്ള മുതൽ ഇങ്ങനെ വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ ഒരു പരമ്പര കാണാനുണ്ടല്ലോ. ആ പരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഈ രൂപത്തിൽ പാടിപ്പുകഴ്ത്തുകയും പാട്ടുണ്ടാകുകയും ചെയ്തിട്ടുണ്ടോ? അവിടെ ആ കാലത്ത് സംഗീതജ്ഞരില്ലാത്തത് കൊണ്ടാണോ? സാഹിത്യകാരന്മാരില്ലാത്തത് കൊണ്ടാണോ? പാട്ടില്ലാത്തത് കൊണ്ടാണോ? ഒന്നുമല്ല. അന്ന് കാഴ്ചപ്പാട് വേറെയായിരുന്നു, അതുകൊണ്ട് മാറിയില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വാഴ്ത്തുപാട്ടിൽ കേട്ടപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണമായിരുന്നു ഇത് ശരിയല്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ഇപ്പോഴും ആളുകളുടെ മനസ്സിലിരിപ്പുണ്ട്. ഇവിടെ ചില ഭരണം കിട്ടുമ്പോൾ ചില അവതാരങ്ങൾ വരും, ആ അവതാരങ്ങളെ വിശ്വസിക്കില്ല, ആ അവതാരങ്ങൾക്ക് ഇവിടെ സ്ഥാനമുണ്ടാവില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പാർട്ടിയിലെ വിഭാഗീയത കത്തിയാളുന്ന സമയത്ത് പിണറായി വിജയൻ പ്രസംഗിച്ചത് ബക്കറ്റിലെ വെള്ളത്തെക്കുറിച്ചാണ്. അത് പാർട്ടിയിലെ തന്നെ എതിരാളിയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ടിയാണെല്ലാം, അതിനപ്പുറത്തേക്ക് വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യമില്ല എന്ന് പിണറായി വിജയൻ അന്ന് VS അച്യുതാനന്ദനോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൃത്യമാണ്. കാരണം ഒരു കൊച്ചു കുട്ടി ബക്കറ്റിലെ വെള്ളം കണ്ടിട്ട് ഇതെന്താ തിരമാല പോലെ അടിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കരുതി വെച്ചു VS അച്യുതാനന്ദനോട് പറഞ്ഞു. VS അച്യുതാനന്ദൻ മാത്രമല്ല, ശ്രീ P ജയരാജൻ കണ്ണൂരിൽ അദ്ദേഹത്തിന് അനുകൂലമായി ഇതുപോലെ വാഴ്ത്തുപാട്ടുകൾ വന്നപ്പോൾ പാർട്ടി എക്സിക്യൂട്ടീവ് കൂടിയല്ലേ നോ എന്ന് പറഞ്ഞല്ലോ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കാം, അന്നത്തെ കാഴ്ചപ്പാടിൽ നിന്ന് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പുറകോട്ട് പോകുന്നു? അന്നത്തെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്നില്ല? ഇവിടെ കടപ്പുറത്തുണ്ടായ ഒരു മഹാപൊതുയോഗത്തിൽ, ആ പൊതുയോഗത്തിൽ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലില്ലേ? അതെല്ലാം സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയല്ലേ? അപ്പോൾ ഇതെല്ലാം പാടിപ്പുകഴ്ത്തിക്കൊണ്ട് കാര്യങ്ങൾ സാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപറ്റം കാര്യസാധ്യക്കാരുടെ തടവുകാരനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറരുത് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാത്ത സാഹിത്യകാരന്മാരെല്ലാം തന്നെയും MTക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. MT ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് എന്ന് അവരായി വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇടതുപക്ഷത്ത് CPMൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തും CPMലും വലിയ രീതിയിൽ ഉൾപാർട്ടി ചർച്ചകൾ നടക്കുമെന്നാണ് നമ്മൾ ആ പാർട്ടിയെ മനസ്സിലാക്കുമ്പോൾ കരുതി പോന്നിരുന്നത്. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു അപ്രമാദിത്ത കാലഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ വിമർശനം സാധ്യമല്ലാതെ വരുമ്പോൾ പാർട്ടിക്ക് പുറത്തുള്ളവർ ആ പാർട്ടിയെ തിരുത്തുകയായി കാണേണ്ടതുണ്ടോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? നികേഷ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം ഇവിടെ പാർട്ടിക്കിടെ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകൾ, ഒരുപറ്റം ആളുകൾ, അവരിൽ പല ആളുകളും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു കേട്ടു. ഞാൻ ആ അഭിപ്രായങ്ങളെല്ലാം കേട്ടതാണ് മാധ്യമങ്ങളിലൂടെ. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് മനസ്സിലാകാത്തത്? എന്തുകൊണ്ടാണ് ഇതുപോലുള്ള നടപടി വേണ്ട എന്നവർ പറയാത്തത്?
അവർ പറഞ്ഞില്ല ഇല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ മീനിങ് ഇതുപോലുള്ളത് ധാരാളം നടന്നുകൊള്ളട്ടെ എന്ന് തന്നെയല്ലേ? അപ്പം ഇങ്ങനെ ഉയർത്തി പറഞ്ഞ മുഖ്യമന്ത്രിയെ കുപ്പിയിലിറക്കുന്ന ഒരു സംഘം അകത്തോ പുറത്തോ എവിടെയുണ്ട് എന്നുള്ളത് സത്യമല്ലേ? അതുകൊണ്ട് ഈ വാഴ്ത്തുപാട്ടലിലൂടെ കേരള മുഖ്യമന്ത്രിയെ അവർ ഉന്നം വെക്കുകയാണോ എന്നെനിക്കറിയില്ല. ഏതായാലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രിയെ ചെറുതാക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് വന്നത്, സംശയമൊന്നും വേണ്ട. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, CPM-ൽ നമ്മൾ ഉൾപാർട്ടി ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട വിഭവമായിരുന്നു കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലം CPM-ലെ ഉൾപാർട്ടി ചർച്ചകൾ എന്ന് പറയുന്നത്. പക്ഷേ സമീപകാലത്ത് CPM-ൽ പിണറായി വിജയൻ്റെ അപ്രമാദിത്വം ഉണ്ടാവുകയും പിണറായി വിജയൻ പാർട്ടിയിൽ ഉൾപാർട്ടി ചർച്ചകൾ അടിച്ചമർത്തുകയും ചെയ്യുന്നു എന്നുള്ള വിമർശനം ഉയരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ ജി സുധാകരനെ പോലെ 75 വയസ്സ് തികഞ്ഞ് പാർട്ടിയിൽ ബ്രാഞ്ചിലേക്ക് മാറ്റപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രമായി ഈ ഉൾപാർട്ടി ചർച്ചകൾ കേൾക്കുന്നു എന്നുള്ള, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഒരു എതിരാളിയുടെ വാദമല്ല ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അവസ്ഥയാണ്. നോക്കൂ, അവിടെയാണ് എം ടി വാസുദേവൻ നായർ പറയുന്നു എന്നല്ല, എം ടി വാസുദേവൻ നായർ ഒരു വാചകം പറയുമ്പോൾ ആളിക്കത്തുകയാണ്. എം ടി വാസുദേവൻ നായരെ പോലെ പറയാൻ കഴിയാത്തവർ അവരൊരു സാധ്യതയായി ഈ പ്രസംഗത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുള്ള ആ സാഹചര്യത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, നികേഷ് ഒടുവിൽ പറഞ്ഞതാണ് ശരി. MT പറഞ്ഞതല്ല, തങ്ങൾ പറയാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് MTയുടെ വാക്കുകളിലൂടെ ഒരു ബഹിർഗമനം കിട്ടിയിരിക്കുന്നു. അത് CPM-നെതിരെ, പിണറായി വിജയനെതിരെ പ്രയോഗിക്കാൻ എല്ലാവരും ചേർന്ന് ശ്രമിക്കുന്നുണ്ട്. മാധ്യമങ്ങളും സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും തിരുവഞ്ചൂരിനെ പോലെയുള്ള എതിർ രാഷ്ട്രീയക്കാരും എല്ലാവരും ശ്രമിക്കുന്നു. അത് സ്വാഭാവികവുമാണ്. ഒരു അവസരം കിട്ടുമ്പോൾ അത് വിമർശനത്തിന്റെ മുനയാക്കുന്നതിന് ഉള്ള പരിശ്രമം തീർച്ചയായും ഉണ്ടാകും. CPM-നെ സംബന്ധിച്ച് കുറേയേറെ ആത്മശോധനയും പരിശോധനയും ഒക്കെ നടക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഏത് പാർട്ടിയെ സംബന്ധിച്ചും അത് പ്രസക്തമാണ്. ഭരണകക്ഷിയാകുമ്പോൾ പ്രത്യേകിച്ചും അത് ഉണ്ടാകേണ്ടതുമാണ്. ഇവിടെ വാഴ്ത്തുപാട്ട് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ചില പാട്ടുകളും മറ്റു പ്രയോഗങ്ങളും മന്ത്രിമാർ തന്നെ പ്രയോഗിക്കുന്ന അനുചിതമായ പ്രയോഗങ്ങൾ, അതേക്കുറിച്ചൊക്കെ പറയുന്നതിന് ഞാൻ മടിക്കുന്നില്ല. ആ വിമർശനം നടക്കട്ടെ. അത് നടത്തുന്നതിനുള്ള ആർജവം, ധൈര്യം ഈ പറഞ്ഞ MTക്കൊപ്പം നിൽക്കുന്ന ഈ സാഹിത്യകാരന്മാർക്കും ഇതര സാംസ്കാരിക നായകർക്കും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. അതിനു പകരം MTയുടെ പുറകിൽ ഒളിച്ചുകൊണ്ട് ഉള്ള അവരുടെ ഈ ഒളിയമ്പെയ്ത്ത് അതല്ല വേണ്ടത്. തുറന്ന് പറയുന്നതിനുള്ള ആർജവം, അക്കാഡമികളോ മറ്റ് സീറ്റുകളോ ഒക്കെ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടട്ടെ എന്ന് കരുതാനുള്ള ഒരു മനോഭാവം, അതാണ് ഈ സാഹിത്യകാരന്മാർ കാണിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ വിമർശനം നടക്കണം, അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയും വേണം. പക്ഷെ അത് MT വാസുദേവൻ നായർ ഒരു പ്രധാനപ്പെട്ട സാഹിത്യോത്സവത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒളിയമ്പെയ്ത്തായിരുന്നുവോ അല്ലയോ എന്നാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അങ്ങനെ ആണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമം ഇന്നലെ മുതൽ നമ്മൾ കാണുന്നുണ്ട്. അതല്ല ശരി എന്ന്, അങ്ങനെ ഉദ്ദേശം എനിക്കില്ല എന്ന് MT വാസുദേവൻ നായർ തന്നെ പറഞ്ഞു. ഞാനത് ഇന്ന് രാവിലെ ദേശാഭിമാനിയിൽ വായിച്ചു. ഇപ്പോൾ OK ജോണി ചൂണ്ടിക്കാണിച്ചതുപോലെ 20 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, അച്ചടിച്ചു വന്ന പ്രസംഗം, അത് യാതൊരു മാറ്റവും ഭേദഗതിയും വരുത്താതെ അദ്ദേഹം കോഴിക്കോട്ട് വായിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് പിണറായി വിജയൻ അല്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹം അധികാരത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അധികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പിണറായി വിജയനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാലോ? ഉദാഹരണം, ഞാനിപ്പോൾ ഏകാധിപത്യത്തെക്കുറിച്ച്, ഡിക്റ്റേറ്റർഷിപ്പ്, ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം പുറത്തിറക്കാൻ എനിക്കിപ്പോൾ ഭയമാകുന്നു. കാരണം അത് പിണറായി വിജയനെതിരെയാണ് എഴുതിയത് എന്ന് വ്യാഖ്യാനം വന്നാലോ? അപ്പോൾ പിണറായി വിജയൻ, CPM, കേരളം എന്നതിനൊക്കെ ഉപരിയായി ഒരു ലോകമുണ്ട്. ആ ലോകത്തെ ചില പ്രസക്തമായ കാര്യങ്ങളാണ് ചെക്കോവിനെയും ഗോർക്കിയെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട്, കാൾ മാർക്സിനെ പരാമർശിച്ചുകൊണ്ട് MT വാസുദേവൻ നായർ ഇന്നലെ കോഴിക്കോട്ട് നടത്തിയത്. MT വാസുദേവൻ നായരുടെ പ്രസംഗത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു സോവിയറ്റ് പശ്ചാത്തലമുണ്ട്, സോവിയറ്റ് എഴുത്തുകാരുണ്ട്, സോവിയറ്റ് യൂണിയനെ വിമർശിച്ച രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്, EMS നമ്പൂതിരിപ്പാടുണ്ട്. അതുകൊണ്ടാണ് അത് പിണറായി വിജയനെ മാത്രമാണ് എന്ന നിലയിലുള്ള ഒരു കോറസ് രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് MT വാസുദേവൻ നായരെ പോലുള്ള ഒരാൾ രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ അത് പിണറായിക്ക് മാത്രം കൊള്ളുന്ന വിധത്തിലുള്ള
ചേരുവകൾ മാത്രം അതിൽ ഉൾക്കൊള്ളിച്ചതിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കൾക്ക് വിമർശനമുണ്ടോ? നോക്കൂ, ഇന്ന് ഇന്ത്യ എദ്രോഗൻ്റെ തുർക്കിയെ പോലെയോ പുട്ടിൻ്റെ റഷ്യയെ പോലെയോ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തേ MT വാസുദേവൻ നായർ നേരത്തെ നോട്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തുഞ്ചൻ പറമ്പിൽ MTA എന്ന അസുരവിത്തുള്ളത് കൊണ്ടാണ് അവിടെ RSSന് കയറാൻ കഴിയാത്തത് എന്ന വിമർശനം ജന്മഭൂമി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ MT ഉയർത്തേണ്ട വിമർശനം ഇതുതന്നെയാണോ? അല്ല, അധികാരത്തെക്കുറിച്ച് 20 വർഷം മുമ്പ് MT എഴുതിയത് 2023 ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നു. ഇനിയൊരു 20 വർഷം കഴിഞ്ഞാൽ 200 വർഷം കഴിഞ്ഞെന്നിരിക്കട്ടെ, അപ്പോഴും പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് അധികാരത്തെക്കുറിച്ച് MT വാസുദേവൻ നായർ നടത്തിയിരിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അത് പിണറായി വിജയനെതിരെയുള്ള ആക്രമണമാണ്, ഒളിഞ്ഞു നിന്നുള്ള ആക്രമണമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതി ഒരു പ്രസംഗം അവതരിപ്പിച്ചു എന്നതിനപ്പുറം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് MTയെ പോലെ ജ്ഞാനപീഠ ജേതാവായ ഇന്ത്യ ഒട്ടുക്ക് അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, സാംസ്കാരിക നായകൻ, അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഇന്നത്തെ ഇന്ത്യ, സമകാലിക ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിന്റെ, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ആഗോള സൂചികയിൽ നമ്മൾ പരിതാപകരമായ രീതിയിൽ താഴെ പോയിരിക്കുകയാണ്. നമ്മുടെ സാഹിത്യകാരന്മാരുടെ ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? അവർക്ക് ധൈര്യപൂർവ്വം എഴുത്ത് അല്ലെങ്കിൽ നിന്റെ കഴുത്ത് എന്ന ചോദ്യം നമ്മൾ പണ്ടേ കേൾക്കാറുണ്ട്. പക്ഷെ ആ ചോദ്യം ഇന്ന് യാഥാർത്ഥ്യമായി എല്ലാ എഴുത്തുകാരുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് എഴുതിയില്ലെങ്കിലും കഴുത്തെങ്കിലും സംരക്ഷിക്കണമല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഒരു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സാഹിത്യോത്സവത്തിൽ എന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ MT വാസുദേവൻ നായരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം. അപ്പോഴാണല്ലോ ഈ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നില്ലേ അദ്ദേഹം. വ്യക്തിയുടെ സ്വാതന്ത്ര്യം, എഴുത്തുകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നമുക്കെല്ലാം പ്രിയങ്കരമായ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളൊക്കെ മരിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഒരു മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ എന്തുകൊണ്ട്, അത് പരോക്ഷമായല്ല പ്രത്യക്ഷമായ അഭിപ്രായ പ്രകടനം നടത്താൻ MT വാസുദേവനാർക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം അത് പിണറായി വിജയനെതിരെയോ കേരളത്തിലെ CPMനെതിരെയോ ഉള്ളതായിരുന്നില്ല. അങ്ങനെ 20 വർഷം മുമ്പ് എഴുതത്തക്ക രീതിയിലുള്ള ദീർഘദർശിയാണ് MT എന്ന് ഞാൻ കരുതുന്നുമില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എന്താണ് പിണറായിയുടെ താൻ പോരിമ എന്ന് ചോദിച്ചാൽ, നോക്കൂ, നമ്മൾ ഈ സമീപകാലത്ത് കണ്ടിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ KR ഗൗരിയമ്മ, VS അച്യുതാനന്ദൻ, ഞാൻ വരാം ശ്രീ സന്ദീപ് വാര്യർ, നോക്കൂ, KR ഗൗരിയമ്മ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിന്ന് സമൂഹത്തിൻ്റെ മുൻനിരയിൽ വന്നവരാണ്. അവരുടെ ഒരു താൻ പോരിമ, അവരുടെ ഒരു ആർജവം, ഇതൊക്കെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലോ പല സാഹചര്യങ്ങളിലും. അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമാണോ നമ്മൾ പരിശോധിക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ? അല്ല, നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളൊക്കെ കാണണം. ഞങ്ങൾ പോസിറ്റീവ് വശം കൂടെ കാണണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഞാൻ പ്രത്യേകിച്ചും പോസിറ്റീവ് വശങ്ങൾ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോസിറ്റീവായിട്ട് വിലയിരുത്തൽ വേണമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലക്കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പോസിറ്റീവായി കാണാൻ പറ്റുന്നത് മാത്രമാണോ? അല്ലാതെ എത്രയോ നെഗറ്റീവായ കാര്യങ്ങളുണ്ട്, വരുത്തിവെച്ച കാര്യങ്ങളുണ്ട്, ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളുണ്ട്, ജനങ്ങളെ അടിച്ചമർത്തുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പം കേരളത്തിൽ ഒരു കാര്യം മാത്രം എടുത്തുള്ളൂ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ, ആ സദസ്സിൽ ഇവിടെ പരിക്കേറ്റിട്ടുള്ള ആളുകൾ എത്രയോ ലക്ഷമാണ്, എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ്. ജയിലിൽ പിടിച്ചു കൊണ്ടുപോകണ്ടാവും. ഇവിടെ 10 പേരുടെ പേരെഴുതും, പിന്നീട് കണ്ടാലറിയാവുന്ന 100 പ്രതികൾ, 1000 പ്രതികൾ ഒക്കെ പേരെഴുതി വെച്ചിരിക്കുകയാണ്. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടിക്കാം. അപ്പോൾ ഒരു ഫിയർ കോംപ്ലക്സ് ഈ സമൂഹത്തിലുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ജനാധിപത്യത്തിലൊരു ഭരണാധികാരിക്ക് ചേർന്നതാണോ? ആ ജനാധിപത്യ ബോധം ഉണ്ടാകണമെന്നുള്ളതല്ലേ MT പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ജനാധിപത്യത്തെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന സമീപനമെടുക്കുന്നത് ശരിയാണോ? ഒരു കൊച്ചുകുട്ടിയെ അവിടെ വെളുപ്പം കാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, പെറ്റ തള്ള നോക്കി നിൽക്കുകയാണ്. അതിന് അവർക്കൊരു മര്യാദയോട് കൂടിയ ഒരു സമീപനമെടുക്കരുതോ? അതും ഇവിടെ 4 ജില്ലകൾക്കപ്പുറത്തുള്ള പോലീസ് ആ സ്ഥലത്തെ ഒരു പോലീസ് സ്റ്റേഷൻ അറിയാതെ
അവിടെ ചെന്ന് അതാണ് ഈ ഭീകരർ പോലെ എന്ന് പറഞ്ഞത്. നേരത്തെ എന്നോടൊന്ന് ചോദിച്ചു, ഇത് ഭീകരെ പോലെയാണോ കൊണ്ടുപോയത്, ഇതേ പിന്നെ ആരെ പോലെയാണ് കൊണ്ടുപോയത്? അപ്പോൾ ചെന്ന് വീട് വളയുകയാണ്. വീട് വളഞ്ഞ് നേരെ ഉണ്ണിത്തൂക്കാലെ കൊണ്ടുപോവുകയാണ്, അണ്ണാക്കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ. ഞാൻ ചോദിച്ചു, കേരളത്തിൽ അതൊക്കെ നടക്കാമോ? കേരളത്തിൽ നടക്കരുത് എന്ന് ശ്രീ MT വാസുദേവൻ നായർ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തോടൊപ്പമല്ലേ കേരള സമൂഹം നിൽക്കുക? അന്ന് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണോ നിലപാടുകളും MM മണിയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? ആണ് ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ MM മണിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റാണ്, കുറ്റസമ്മതമാണ്. കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതിന് കേസ് കൊടുത്ത ആരാ? EMS പഠനവേദി തിരുവനന്തപുരത്തുള്ള ആളുകൾ. അവരാണ് ഹൈക്കോടതി കേസ് കൊടുത്തത്. അതിൻ്റെ പേരിലാണ് കേസ് വന്നിട്ടുള്ളത്. അപ്പം EMS പഠനവേദി നടത്തിയ ഒരു സമീപനം അതുകൂടി ഒന്ന് ആലോചിക്കണ്ടേ? പിന്നെ MM മണി നടത്തിയ കുറ്റസമ്മതമല്ലേ? ശ്രീ MM മണി തന്നെ നിയമസഭയിൽ പറഞ്ഞല്ലോ, അത് കുറ്റസമ്മതത്തിൻ്റെ രൂപത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഒരു കൊലപാതകം നടത്തി എന്നൊരു വ്യക്തി നേരെ പട്ടാപ്പകൽ വന്ന് കുറ്റം സമ്മതിച്ചാൽ നമുക്കൊരു പൂമാലയിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? അത് നിയമത്തിൻ്റെ രൂപത്തിൽ പോകേണ്ട, നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്ന് പറയുകയും നിയമത്തെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്യുന്നത് ശരിയാണോ? അത് ശരിയാണ്. ശ്രീ MM മണിയെ അറസ്റ്റ് ചെയ്തത് ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. ഒറ്റക്കാരനേ ഉള്ളൂ, ശ്രീ MM മണിയുടെ കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കുകയും വേണ്ട. റൈറ്റ്, വ്യക്തമാണ്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കളുടെ അവസരം വരികയാണ്. നോക്കൂ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ സാർ ടീച്ചർ പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കും ബാധകമാണ്. സ്റ്റാലിനും ആദിത്യനാഥിനും കെജ്രിവാളിനും പിണറായി വിജയനും മോദിക്കുമൊക്കെ എന്നുള്ളതാണ്. നോക്കൂ, ആദിത്യനാഥ് എന്താ ചെയ്യുന്നത്? 800 പേരെയാണ് ഈ എൻകൗണ്ടർ എന്ന പേരിൽ വെടിവെച്ച് കൊന്നത്. അങ്ങനെയുള്ള ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ വിമർശിക്കുന്നത് വാഴ്ത്തുപാട്ടുകൾ മാത്രമുള്ള പിണറായി വിജയനെ. ഞാൻ അതിലേക്ക് വരാം. അതിനുമുമ്പ് ശ്രീ സെബാസ്റ്റ്യൻ പോളും അതോടൊപ്പം ശ്രീ ജോണിയും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു കാര്യം വാസ്തവത്തിൽ വലിയ വിഷമത്തോടെയും അത്ഭുതത്തോടെയും കൂടിയാണ് ഞാൻ കേട്ടുന്നത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ആ പുസ്തകം പിണറായി വിജയനെതിരാണെന്ന് വ്യാഖ്യാനം വരുമോ എന്ന ഭയം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നില്ല. നോക്കൂ, പിണറായി വിജയനെതിരെ വ്യാഖ്യാനം വരുമെന്ന് ഭയമുള്ളത് കൊണ്ട്, അതായത് പിണറായി അങ്ങനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ പോളിന്റെ ജീവന് വരെ അപകടം സംഭവിക്കാമെന്ന ഭീതി അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കാത്തത്. അപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ശ്രീ സെബാസ്റ്റ്യൻ പോളിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് അത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് MT എഴുതിയത് വീണ്ടും വായിച്ചതാണ്, അതുകൊണ്ട് പ്രസക്തിയില്ല എന്ന് പറഞ്ഞു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെതിരെ ഉള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു, പൊതുവേ ഉള്ളതാണെന്ന് പറഞ്ഞു. ഈ പൊതുവേ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ഈ MTയുടെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള, അദ്ദേഹം താരതമ്യം ചെയ്തിട്ടുള്ളത് EMSനെയാണ് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിയെ കുറിച്ചാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു, യോഗി ആദിത്യനാഥിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. അതിനുള്ള ഒരു സ്കോപ്പും ബാക്കി വെക്കാതെയാണ് MT ഇത് പറഞ്ഞു പോയത്. മാത്രമല്ല, ദേശാഭിമാനി മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഒരാളും ഈ വിഷയത്തിൽ MTയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റിപ്പോർട്ടർ ചാനലിൽ നിരവധി യൂണിറ്റുകൾ ഉള്ളതാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ പോയിട്ട് MTയുടെ പ്രതികരണം എടുക്കായിരുന്നല്ലോ, ഒരാളും എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? MT ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിപ്പോർട്ടർ ചാനൽ അത്ര മോശം ചാനലൊന്നും അല്ലല്ലോ ദേശാഭിമാനിയിൽ മാത്രമായിട്ട് ഈ ക്ലാരിഫിക്കേഷൻ വരാൻ. ഒന്നത്. രണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് വളരെ വാസ്തവവിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ MT വിമർശിക്കേണ്ടിയിരുന്നത് വാസ്തവത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. MT എങ്ങനെ പറയാനാണ് സാർ? കേരളത്തിൽ ഏത് മാധ്യമ പ്രവർത്തകനെതിരെയാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസെടുക്കാത്തത്? നികേഷിനെതിരെ കേസില്ലേ? റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസില്ലേ? 24 ചാനൽ ആ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്കെതിരെ കേസെടുത്തിട്ടില്ലേ? ഏഷ്യാനെറ്റിൽ കേസില്ലാത്ത ആളുകൾ ബാക്കിയുണ്ടോ? സാറ് മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലും അതല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ഒക്കെ ഉള്ള ആളല്ലേ. കേരളത്തിൽ കേസില്ലാത്ത എത്ര മാധ്യമപ്രവർത്തകരുണ്ട് എന്നൊന്ന് പറയാമോ? പിണറായി വിജയൻ കേസെടുക്കാത്ത എത്ര മാധ്യമപ്രവർത്തകരുണ്ട്? അപ്പൊ പിന്നെ MT എങ്ങനെയാണ് ആ വേദിയിൽ വെച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുക? അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ല, അയ്യോ അത് ഇവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല, അത് തമിഴ്നാട്ടിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നിങ്ങൾ വ്യാഖ്യാനിക്കില്ലേ? ഇത് കൃത്യമല്ല സാർ. എന്തിനാണ് ഈ വീണെടുത്ത് കിടന്ന് ഇങ്ങനെ ഉരുളുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ പോളിനെ പോലെ ഒരാള് എന്തിനാണ് ബൗദ്ധികമായി സത്യസന്ധതയില്ലാതെ സംസാരിക്കുന്നത്?
ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞൂടെ? ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. MT ഈ നിമിഷം വരെ അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ അക്യൂറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുമില്ല, നമ്മൾ ആരും കണ്ടിട്ടുമില്ല. പിന്നെ എന്തിനാണ് സാർ വെറുതെ പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഒന്ന്, ശ്രീ ജോണി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വിശാലമായിട്ട് പറഞ്ഞു. ഇത് എല്ലാവരെയും കുറിച്ച് സാർ ടീച്ചർ പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കും ബാധകമാവുന്ന കാര്യങ്ങളാണ്, പിണറായി വിജയൻ മാത്രം ബാധകമല്ല. അതെങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ പിണറായിക്ക് കൂടി ബാധകമാണെന്ന് പറഞ്ഞ് പിണറായി പക്ഷക്കാരായിട്ടുള്ള നിങ്ങളൊക്കെ മറുപടി പറയണം. അത് പറയാതെ എല്ലാവർക്കും ബാധകമാണ്, ഞങ്ങളെ മാത്രമായിട്ട് അടിച്ചതല്ല, ഇതെല്ലാവരെയും കൂടി അടിച്ചതാണെന്നും അങ്ങനെയൊന്നും പറയണ്ട. ഞങ്ങൾക്ക് നേരെയുള്ളതാണെങ്കിൽ ഞങ്ങൾ ആർജവത്തോടുകൂടി മറുപടി കൊടുക്കും. അതെല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ സത്യസന്ധതയില്ലായ്മ, ബൗദ്ധികമായ സത്യസന്ധതയില്ലായ്മ കാണിക്കുന്നത് ഇടതുപക്ഷക്കാരാണ്. നോക്കൂ, ഇവിടെ ഇപ്പോ സെബാസ്റ്റ്യൻ പോളും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രസക്തമാണ്. എന്താണ്? MT പറഞ്ഞു, പറയേണ്ടിയിരുന്ന ആളുകൾ വേറെയാണ്, അവരൊക്കെ MTയുടെ തോളിൽ കയറിയിരുന്നപ്പോൾ വെടിവെക്കിയത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ വാസ്തവത്തിൽ ഇത് ആരാ പറയേണ്ടിരുന്നത്? ഇത് ബെന്യാമിനെ പോലെ, KR മീരയെ പോലെ, അതല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ പറയേണ്ടിരുന്നതാണ്. പക്ഷെ അവർക്കൊക്കെ ഇനിയും ഒരുപാട് സംസ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും സമ്മാനങ്ങൾ, അതല്ലെങ്കിൽ ആദരവുകൾ, അല്ലെങ്കിൽ പദവികളൊക്കെ കിട്ടാൻ ബാക്കിയുണ്ട്. MTക്ക് ഈ പദവികളൊന്നും ഇനി ആവശ്യമില്ല. അദ്ദേഹം ജ്ഞാനപീഠം വരെ നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് വിമർശിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യമായിട്ട് കഴിയും. അല്ല, ഞാൻ പറയട്ടെ, ദേശീയ തലത്തില് ഈ പറയുന്ന എഴുത്തുകാരെയും മാധ്യമങ്ങളെയും ഒക്കെ ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ഒരു താരതമ്യം നമുക്ക് കേരളത്തിൽ പറയാനില്ലാത്ത സാഹചര്യം കൂടി ഒന്ന് വിലയിരുത്തണം ശ്രീ സന്ദീപ് വാര്യർ താങ്കൾ. ഞാൻ അതിലേക്ക് വരാം നികേഷേ, ഞാൻ അതിലേക്കൊക്കെ വരാം. ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് 100,000 ചർച്ചകളിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടും തർക്കിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ വിഷയം എന്താ? ചർച്ചയുടെ അടിസ്ഥാനം MT പിണറായി വിജയനെ വേദിയിൽ നടത്തിയ വിമർശനമാകുമ്പോൾ കുറച്ച് കേൾക്കുന്നേ, അത് ഞങ്ങളതാക്കുന്നില്ല കൊണ്ടുവന്നിരുന്നത്. അതെങ്കിൽ ശരി, ഇത് ഇടതുപക്ഷത്തിനെതിരെയുള്ള വിമർശനമാണ്, ഞങ്ങൾ അതിന് മറുപടി തരാമെന്ന് പറഞ്ഞ് നല്ല അന്തസ്സോടുകൂടി മറുപടി പറയാൻ നിൽക്കുന്നതിന് പകരം ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, അച്ഛൻ തെങ്ങുമെന്ന് വീണുന്നേ ഉള്ളൂ, തല കാണാനില്ല എന്ന് അത് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന പോലെയല്ലേ? തെങ്ങുമെന്ന് വീണ്ടും ഒന്നും പറ്റിയിട്ടില്ല, തല കാണാനില്ല എന്ന് ആ ഒരു ആർഗ്യുമെന്റാണ് അവർ ഉന്നയിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യമുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള മറ്റ് സാഹിത്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ പ്രതികരിക്കാൻ ഭയക്കുന്നത്, പ്രതികരിക്കാത്തത് തങ്ങൾക്കിനിയും കിട്ടേണ്ട പദവികളെ കുറിച്ചും തങ്ങൾക്കിനിയും കിട്ടേണ്ട ആദരവുകളെ കുറിച്ചും അവാർഡുകളെ കുറിച്ചും ഭയമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ MTയുടെ തോളിൽ കയറി വെടിവെക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് MT ആയിരുന്നില്ല അത് പറയേണ്ടിരുന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ എഴുത്തുകാരൊക്കെ ഒറ്റ സെക്കൻഡ്, ഈ KR മീരയും ബെന്യാമിനും അതല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രനും അടക്കമുള്ള എഴുത്തുകാർ ആ അശോകൻ ചെരുവലിനെ അല്ല മാതൃകയാക്കേണ്ടത്, MTയെ പോലെയുള്ളവരെയാണ് മാതൃകയാക്കേണ്ടത്. അതിൽ ഞാൻ സെബാസ്റ്റ്യൻ പോളിനോട് യോജിക്കുകയാണ്. വ്യക്തമാണ്. നോക്കൂ, എനിക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോട് തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന സംശയമുള്ളതുകൊണ്ട് ഏകാധിപത്യം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഭയമുണ്ട് എന്നെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരണം വാങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ MTയുമായി സംസാരിക്കാറുള്ള ആളാണ് OK ജോണി. OK ജോണിയോട് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് MT സംസാരിക്കാറുള്ളത്? ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നേരത്തെ സന്ദീപ് വാര്യർ ഉന്നയിച്ച നിരീക്ഷണം ന്യായമല്ലേ? താങ്കൾ ഏകാധിപത്യത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, അത് പിണറായിക്കെതിരെയാണോ എന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന ഭയം, അങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പോലും ജീവിക്കുന്നത്. അല്ല, സന്ദീപ് വാര്യർ അത് അത്രയും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഏകാധിപത്യത്തെക്കുറിച്ച് ഞാൻ പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും എഴുത്തുകാരനും എന്ന നിലയ്ക്കാണ്. അതിൽ കേരളം ഒരു പരാമർശ വിഷയം പോലും അല്ല. ഇന്ത്യയെക്കുറിച്ച് പരാമർശിക്കേണ്ടി വരും, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പരാമർശിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നമ്മൾ എഴുതി പോകുമ്പോൾ ഏകാധിപതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏകാധിപത്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു, സെബാസ്റ്റ്യൻ പോൾ പറയുന്നത് അത് പിണറായിയെ ഉദ്ദേശിച്ചാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാനിടയുണ്ട് എന്ന് ഭയമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ആ ഭയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏകാധിപതിയും പിണറായിയും സിനോണിമസ് ആണ് അല്ലേ? ചേർന്നു പോകുന്ന രണ്ട് പേരുകളാണ്. അല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലോ. ഇപ്പോൾ MT വാസുദേവൻ നായർക്ക് സംഭവിച്ചത് അതാണല്ലോ. അദ്ദേഹം 20 വർഷം മുമ്പ് അധികാരത്തിന്റെ പ്രമത്തതയെക്കുറിച്ച്, അധികാരപ്രമത്തതയെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തിന്റെ പരിമിതിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഈ 20 വർഷത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അത് പിണറായി വിജയനെതിരെയാണ് എന്ന് ഈ സമസ്ത കേരളവും ഒരുമിച്ച് നിന്നൊരു കോറസ് പോലെ വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾക്കും അതേ ദുർഗതി സംഭവിക്കാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.
ശ്രീ ഒ കെ ജോണി, എം ടിയുമായി സംസാരിക്കാറുള്ള ആളാണല്ലോ. എം ടി എപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ രാഷ്ട്രീയം തുറന്നു പറയുന്ന ആളാണ്. എം ടി പൊതുവേദികളിൽ ഇടയ്ക്കിടെ ഒന്നും പറയാറില്ലെങ്കിൽ പോലും രാഷ്ട്രീയം പറയാൻ ഭയം കാണിക്കാത്ത ആളുമല്ല. നോക്കൂ, അങ്ങനെയുള്ള എം ടിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എം ടിയുടെ പ്രസംഗത്തിലെ ഭാഗങ്ങളും അദ്ദേഹവുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ എം ടി എന്ത് രാഷ്ട്രീയമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എം ടി ആയിട്ട് ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരാളൊന്നും അല്ല. വല്ലപ്പോഴും കാണുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന സാമൂഹികമായ ഉത്കണ്ഠകൾ എനിക്ക് തിരിച്ചറിയാനാകും. അത് തീർച്ചയായും ഒരു ജനാധിപത്യവാദിയുടെ ഒരു പക്ഷമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ സമീപകാലത്ത് കേരളത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ആദിവാസികൾ മർദ്ദനമേൽക്കുമ്പോൾ, അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒക്കെ അദ്ദേഹം വളരെ അപൂർവമായ അവസരങ്ങളിലേ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുള്ളൂ എങ്കിലും അദ്ദേഹം വളരെ കാതലായ ചില ചോദ്യങ്ങളാണ് സമൂഹത്തോട് ഉന്നയിക്കുന്നത്. ആരും പിന്തുണയ്ക്കാനില്ലാത്ത ചില സംഗതികളിൽ തൻ്റെ ശബ്ദം അനിവാര്യമാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിക്കാറുള്ളത്. ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതിൽ തന്നെ 20 വർഷം മുമ്പ് നടത്തിയൊരു പ്രഭാഷണത്തിൽ എനിക്ക് സ്നേഹമുള്ള ഇഷ്ടമുള്ള ശ്രീ തിരുവഞ്ചൂരിന് 20 വർഷം പിണറായിയും മോദിയും ഒന്നും രംഗത്തില്ലാതിരുന്നൊരു കാലത്ത് നടത്തപ്പെട്ട ഒരു പ്രഭാഷണത്തിലെ ഉള്ളടക്കം പിണറായി വിജയനെതിരെയാണ് എന്ന് കണിശമായി പറയുന്ന ശ്രീ തിരുവഞ്ചൂരിന് അതെന്തുകൊണ്ടാണ് ആ പ്രഭാഷണത്തിൽ പ്രധാനമായും ആവിഷ്കരിക്കുന്ന ഏകാധിപത്യ പ്രവണതകളെയും വ്യക്തിപൂജയും ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണെന്ന് തെല്ല് സംശയം പോലും ഇല്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. അത് സമർത്ഥമായ ഒരു രാഷ്ട്രീയ ഒളിച്ചോട്ടമാണ്. കാരണം BJPയെ പോലെയുള്ള ഒരു ദേശീയ തലത്തിൽ വലിയ പ്രാമുഖ്യമുള്ള രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ വിമർശിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് ഇപ്പോഴും ധൈര്യമില്ലെന്നു കൂടിയാണ് അത് കാണിക്കുന്നത്. പിണറായിയാണ് മുഖ്യശത്രു എന്ന് വരുത്തി തീർത്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരു സങ്കുചിത അധികാര രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദേശീയ വീക്ഷണമില്ലാത്ത ഒരു പാർട്ടിയുടെ പ്രാദേശിക ഘടകമായി കേരളത്തിലെ കോൺഗ്രസ് മാറി എന്നതിൽ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ മഹത് പാരമ്പര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ത്യ ഇത്രയും വർഷം ഒരു മതേതര ജനാധിപത്യ രാജ്യമായി, അടിയന്തരാവസ്ഥയൊക്കെ വിസ്മരിച്ചാൽ എന്ന് കരുതുന്ന അനേകം ആളുകളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരം സങ്കുചിത രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടിയിട്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി എം ടിയെ പോലുള്ള, എനിക്ക് പിണറായി വിജയനെ വിമർശിച്ചതിലോ പിണറായി വിജയൻ സംശുദ്ധനാണെന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല. അതിൽ പിണറായി വിജയന് ബാധകമായ വിമർശനങ്ങളുണ്ടെങ്കിൽ ആ പാർട്ടിയും അദ്ദേഹവും അത് തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത്. കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാക്കൊന്നും ഇല്ലാത്ത ഒരു എഴുത്തുകാരനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അവരും തിരുത്തേണ്ടത് തിരുത്തണം. അത് ദേശീയ രാഷ്ട്രീയത്തിലും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ആ പഴയ പ്രഭാഷണത്തിൽ പഴയ പ്രഭാഷണത്തിൽ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്രമാത്രമാണ് അവസാനത്തെ താങ്കൾക്ക് ദുർബലമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ്. കോൺഗ്രസിന് ഒരു കേഡർ പാർട്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് CPM-മായി കിടപിടിക്കാൻ സംഘടനാ സംവിധാനത്തിൽ സാധ്യമല്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷം, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ്. എം ടിയുടെ പ്രസംഗം കുറച്ചുകൂടി ഒരു പ്ലാറ്റ്ഫോമായി, ഒരു പിൻബലമായി കോൺഗ്രസിന് ഗുണകരമായ വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണോ? OK ജോണിയുടെ വിമർശനവും അതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അല്ല, MT വാസുദേവൻ നായർ നമ്മൾ പ്രധാനമായിട്ട് എടുക്കാൻ കാരണം അദ്ദേഹം വളരെ സ്വതന്ത്രനാണ്. അദ്ദേഹം ആർക്കും കീഴ്പ്പെട്ട് നിൽക്കുന്ന ആളല്ല. അഭിപ്രായം വെട്ടി തുറന്ന് പറയുന്ന ആളാണ്. ആരാണ് എന്ന് കൃത്യമായി പറയുന്നതിന് അദ്ദേഹത്തിനൊരു മടിയില്ല. അത് നരേന്ദ്രമോദിയെക്കുറിച്ചാണെങ്കിൽ അദ്ദേഹം അതൊക്കെ തന്നെ പറയും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന സന്ദർഭം കൂടെ നമ്മൾ എടുക്കണം. ആ സന്ദർഭം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയാണ്, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് തയ്യാറാക്കിയ ഒരു ലേഖനാണ് അത്. ആ പ്രസംഗമാണ് അവിടെ അദ്ദേഹം വായിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു.
അതെന്താ കാരണം? അവിടെ മുഖ്യമന്ത്രി ആ സ്റ്റേജിൽ ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഈ തിരുവചനങ്ങൾ മാത്രം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമീപനമുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതല്ലാതെ അതോടനെ നമ്മൾ മേളിലേക്ക് ഉയർത്തി അതെല്ലാം നരേന്ദ്രമോദിക്കെതിരാണ് എന്ന് പറയുന്നത്, അത് നമുക്ക് വേറെ വിമർശിക്കാം. അങ്ങനെ ഒരു ഭാഗമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. പക്ഷേ യഥാർത്ഥത്തിൽ അന്നുണ്ടായ സംഭവം മുഖ്യമന്ത്രിയെ തന്നെയാണ് ഉന്നം വെച്ചത് എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, സന്ദീപ് വാര്യർ, OK ജോണി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക്. Debate with MV Nikesh Kumar.